മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മുടെ ജീവിതത്തിൽ ഈ നാടിൻ്റെ സംസ്കാരവും പൈതൃകവും മൂല്യാധിഷ്ഠിതമായ അറിവുകളും നമ്മൾ ആരെങ്കിലുമെല്ലാം പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രതികരിക്കാനുമെല്ലാം തയ്യാറാകുന്ന വിധത്തിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഈ നാട് തിരിച്ചു വരുമെന്നുള്ളതും നമ്മുടെ സംസ്കാരത്തിൻ്റെ നന്മകൾ ആധുനിക ലോകത്തിലെ എല്ലാ നന്മകളും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നും ആധുനികമായ നന്മകളും പുരാതനമായ നന്മകളും ഒരുമിച്ച് ചേർത്ത് രണ്ടിലെയും തിന്മകൾ പരമാവധി കുറച്ച് ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ചെറിയ വലിയ കാര്യമുണ്ട്. കാര്യം വളരെ ചെറുതാണ്, നിസ്സാരമാണ്, പക്ഷെ അതൊരു വലിയ കാര്യമാണ്. ഏതുപോലെ എന്ന് വിചാരിച്ചാൽ, ഏതുപോലെ എന്ന് ചോദിച്ചാൽ 100 കിലോമീറ്റർ നീളമുള്ള ദൈർഘ്യമുള്ള ദൂരമുള്ള ഒരു റോഡിൽ 1 മീറ്റർ വീതിയിൽ ഒരു പാലമുണ്ടെങ്കിൽ ആ പാലം ഒരുപക്ഷെ ഈ 100 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ ഒരു ക്രൂഷ്യൽ പോയിന്റ് ആയിരിക്കും. ആ പാലമില്ലെങ്കിൽ ഒരുപക്ഷെ എ പോയിന്റിൽ നിന്ന് ബി പോയിന്റ് 100 കിലോമീറ്റർ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എൻഡിലേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷേ 100 കിലോമീറ്ററിൽ പാലമില്ലാത്തയിടത്ത് കുറച്ച് കുണ്ടും കുഴിയും ഒക്കെ ഉണ്ട്, ടാറില്ല, എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, വണ്ടി അതിലൂടെ അപ്പുറത്തേക്ക് കടക്കും. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മൾ പലരും പല വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടത്. പല രീതിയിലുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണം. ഇത് കഴിയുമെങ്കിൽ ഇന്നു മുതൽക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം. ചിലര് വ്യക്തികളിൽ മാറ്റമുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ചിലര് കുടുംബത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ചിലര് ഹിന്ദു ധർമ്മത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള, തിന്മകൾ അകറ്റി, അന്ധവിശ്വാസങ്ങൾ അകറ്റി, ദുരാചാരങ്ങൾ അകറ്റി സദാചാരങ്ങളെ കൊണ്ടുവരാനും, ഞാൻ എന്നും പറയാറുള്ളത് പോലെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ നമ്മുടെ സംസ്കാരത്തെ ശുദ്ധീകരിക്കാനും ഹിന്ദു ധർമ്മത്തെ പവിത്രമാക്കാനും ഉള്ള ദൗത്യം ഏറ്റെടുക്കണം. വേറെ ചിലര്, ഭാരതത്തിൽ വ്യത്യസ്ത സമൂഹങ്ങളുണ്ട്, ജാതിയുടെ പേരിലുള്ള സമൂഹങ്ങളുണ്ട്, NSS ഉണ്ട്, SNDP ഉണ്ട്, പുലയ മഹാസഭയുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട്, ആശ്രമങ്ങളുണ്ട്, വ്യത്യസ്ത സംഘടനകൾ, വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അവരിൽ മാറ്റം വരുത്താനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. വേറെ ചിലര് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനപരമായ നന്മകൾ കുറയുന്നതിനെ എതിരെ പ്രവർത്തിച്ച് നന്മകൾ നിറയ്ക്കാൻ ശ്രമിക്കണം. ആ രാഷ്ട്രത്തിലെ നന്മകൾ നിറയ്ക്കേണ്ടത് നന്മകളുള്ളവരാണ്. പലപ്പോഴും ഇപ്പൊ രാഷ്ട്രീയക്കാർ ചെയ്തു കൂട്ടുന്ന പലതും കാണുകയും കേൾക്കുകയും ചെയ്താൽ നമുക്ക് അത്ഭുതം തോന്നും. ശരിക്കു പറഞ്ഞാൽ തെമ്മാടികളുടെ അവസാനത്തെ വാസസ്ഥലം, ലക്ഷ്യം, അല്ലെങ്കിൽ അവസാനത്തെ ആശ്രയം രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന വിധത്തിൽ ഒരു
വിഭാഗം രാഷ്ട്രീയക്കാര് രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. ആ സ്ഥാനത്ത് നന്മ നിറഞ്ഞവരാണ് രാഷ്ട്രീയത്തിലുള്ളതെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാഗതയെ നന്മ നിറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോ നമ്മളിൽ പലരും വ്യക്തിയുടെ തിന്മകൾ കുറച്ച് ആ വ്യക്തിയിൽ നന്മകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നവരുണ്ടാവണം. കുടുംബം ഛിദ്രമാകുന്ന കുടുംബ ബന്ധങ്ങളെ മൂല്യാധിഷ്ഠിതമായ അറിവുകൾ കൊണ്ട് അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, സഹോദരി, സഹോദരന്മാര് അവരുടെ ഐക്യം വർദ്ധിപ്പിച്ച് ഒരു കുടുംബ ബന്ധ ദൃഢീകരണം, ശുദ്ധീകരണം നടത്താനുള്ള കർമ്മത്തിൽ ഏർപ്പെടുന്നവരുണ്ടാവണം. ഹിന്ദു ധർമ്മത്തിലെ തിന്മകള് ഇല്ലാതെയാക്കിയിട്ട് നന്മകള് വരുത്താനുള്ള കർമ്മത്തിൽ ഏർപ്പെടുന്നവര്, സമൂഹത്തിൽ മാറ്റം വരുത്തുന്നവര്, രാഷ്ട്രത്തിൽ മാറ്റം വരുത്തുന്നവര്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക്. അപ്പോ ഇൻഡിവിജ്വൽ, ഫാമിലി, ഹിന്ദു ധർമ്മ, സൊസൈറ്റി, നേഷൻ, 5 കാര്യത്തില്. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കാം. ചില വ്യക്തികള് അവരവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട് എങ്കില് വേറെ ചില വ്യക്തികളെ ബന്ധപ്പെടുന്ന കാഴ്ച ഞാൻ കുറേ കാലമായിട്ട് കാണാറുണ്ട്. ഞാൻ ഒരു പെൺകുട്ടി എനിക്ക് എഴുതുകയുണ്ടായി. അത് ഇംഗ്ലണ്ടിൽ നിന്ന് എഴുതിയതാണ്. എനിക്ക് രാമായണത്തിൽ PhD എടുക്കണം, സാറിന് സഹായിക്കാൻ പറ്റുമോ? ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു വ്യക്തിപരമായ നേട്ടമുണ്ടാക്കാനായിട്ട്, ഒരു PhD ഉണ്ടാക്കാനായിട്ട് ഒരാള് എൻ്റെ അടുത്ത് PhD ഗൈഡായിട്ടോ അസിസ്റ്റൻ്റായിട്ടോ സഹായിയായിട്ടോ ഏതെങ്കിലും വിധത്തിൽ ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനുള്ള സമയമില്ല. അത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. അനവധി വ്യക്തികൾ, സ്റ്റുഡൻസ് എന്നോട് പറയാറുണ്ട്, ഇന്ത്യൻ മാനേജ്മെന്റ് കൺസെപ്റ്റിൽ PhD ചെയ്യണമെന്നുണ്ട്. വേറെ ചിലർ പറയാറുണ്ട് ഇന്ത്യൻ മെറ്റലർജിയിൽ PhD ചെയ്യണമെന്നുണ്ട്. വേറെ ചിലർ പറയാറുണ്ട് നമ്മുടെ സംസ്കൃതത്തിൻ്റെ കമ്പ്യൂട്ടർ പ്രയോഗത്തിൽ റിസർച്ച് ചെയ്യണമെന്നുണ്ട്. ഇങ്ങനെ വേറെ ചിലർ പറയാറുള്ളത് ആത്മീയതയും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തിൽ PhD ചെയ്യണമെന്നുണ്ട്. ഞാനൊരു രജിസ്റ്റേർഡ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത PhD ഗൈഡും കൂടിയാണ്. പക്ഷേ ആ ഒരു കാരണത്താലോ അല്ലാത്ത കാരണത്താലോ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സമയമോ ഊർജമോ ചെലവാക്കിയാൽ എൻ്റേതായിട്ടുള്ളൊരു ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നതും മനസ്സിൽ ഫിക്സ് ചെയ്തിരിക്കുന്നതും വളരെ വളരെ വ്യക്തമാണ്. പഠിപ്പിക്കുക എന്നുള്ളത് പോലും എനിക്ക് സെക്കൻഡറിയാണ്. പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കൽ, ഇതാണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം. പിന്നെ പഠിപ്പിക്കാനുള്ളത് യൂട്യൂബിലൂടെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. പഠിക്കാനുള്ളതും പ്രചരിപ്പിക്കാനുള്ളതും പ്രതികരിക്കാനുള്ളതും യൂട്യൂബിലൂടെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാം. പിന്നെ പ്രഭാഷണങ്ങളിലൂടെ, പൊതുവെ നടക്കുന്ന പ്രഭാഷണങ്ങളിലൂടെ 1.25 മണിക്കൂറോ 2 മണിക്കൂറോ 2.25 മണിക്കൂറോ ആണ് ഞാനൊരു പ്രഭാഷണം നടത്തുക. ആ പ്രഭാഷണത്തിൽ എനിക്ക് ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. മഹാസാഗരം മാതിരിയുള്ള ഭാരതീയ പൈതൃകത്തില് ഞാൻ തന്നെ അരബക്കറ്റ് വെള്ളവും കൊണ്ടാണ് നടക്കുന്നത്. ആ മഹാസാഗരം മാതിരിയുള്ള ഭാരതീയ പൈതൃകത്തെ അരബക്കറ്റ് വെള്ളവും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ പഠിപ്പിക്കാൻ 1.25-2 മണിക്കൂർ കൊണ്ട് ശ്രമിച്ചാൽ അത് നടക്കില്ല. അത് സിമ്പിൾ തിയറിയാണ്. അതുകൊണ്ട് പൊതുപ്രഭാഷണങ്ങൾ മുഴുവനും പഠിക്കണമെന്ന ആഗ്രഹം, പഠിപ്പിക്കണമെന്ന ആഗ്രഹം, പ്രചരിപ്പിക്കണമെന്ന ആഗ്രഹം, പ്രതികരിക്കണമെന്ന ആഗ്രഹം ശ്രോതാക്കളിൽ ഉണ്ടാക്കാം. ആ ലക്ഷ്യം നമ്മൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ചില വ്യക്തികൾക്ക് അവരുടെ വ്യക്തിപരമായ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുക്കൾ. ഒരാൾ എന്നെ അടുത്ത കാലത്ത് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച് രാത്രി 11 മണിക്കാണ്, സാർ എൻ്റെ ജാതകം ഒന്ന് നോക്കണം, എൻ്റെ ഫാമിലി റിലേഷൻ അത്ര ശരിയല്ല, ചെറിയൊരു പയ്യനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് ജാതകം നോക്കാൻ നേരെയില്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള വലിയ വർക്കുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അവൻ വീണ്ടും വിളിച്ച് പറഞ്ഞു,
സ്റ്റേജിലൂടെ കയറിയിറങ്ങി പ്രസംഗിക്കാനും പ്രഭാഷണം നടത്താനും ഒക്കെ എളുപ്പമാണ് സാറേ. നേരെ മറിച്ച് ആവശ്യമുള്ള മനുഷ്യന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ അത് ബുദ്ധിമുട്ടാ. സാറും അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ ലക്ഷ്യവും മാർഗവും വ്യക്തമായിട്ടറിയാതെ അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനവന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലരെ നമ്മൾ ബന്ധപ്പെടും. അതുപോലെയാണ് ചിലർ പറയാറുണ്ട്, അമൃതാനന്ദമയുടെ അവിടെ പോയപ്പോൾ അവരെന്നെ മൈൻഡ് ചെയ്തു പോലും ഇല്ല. ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നവരാണ് അവര്. അവർക്ക് ഇൻഡിവിജ്വലി ഒരു പക്ഷെ മൈൻഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. വേറൊരാള് പറയുന്നു, സായിബാബയുടെ ആൾക്കാര് നമ്മളെ ഒന്നും ഒരു തരത്തിലും കൂട്ടത്തിൽ ചേർക്കില്ല. നമ്മളെ കൂട്ടത്തിൽ ചേർക്കണമെന്ന തോന്നലുണ്ടാകത്തക്ക വിധത്തില് നമ്മൾ പ്രവർത്തിച്ചാലല്ലേ കൂട്ടത്തിൽ ചേർക്കുള്ളൂ. നമ്മളെന്ന വ്യക്തി നമുക്ക് വലുതാണ്, ഒരു സംശയമില്ല. പക്ഷെ നമ്മളെന്ന വ്യക്തി എല്ലാവർക്കും വലുതാവണമെന്നില്ല. അപ്പൊ ചിലര് ഇൻഡിവിജ്വല് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അവരൊരു പക്ഷേ ജാതകം നോക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മെഡിക്കൽ ടെസ്റ്റ് നടത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ വാസ്തുപ്രകാരമുള്ള വീടിന്റെ ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ചില ആയുർവേദ കാര്യങ്ങൾ ഒരു കുട്ടിക്ക് പഠിക്കാനുണ്ട്, ആ കുട്ടിക്ക് ആയുർവേദ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ വേറൊരു കുട്ടിക്ക് രാമായണത്തിൽ PhD എടുക്കണമെന്നുണ്ട്, ആ രാമായണത്തിൽ PhD എടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതൊക്കെ ഇൻഡിവിജ്വൽ കാര്യമാണ്. ഒരു കുട്ടി ഒരു വ്യക്തി രാമായണത്തിൽ PhD എടുത്താല് നമ്മുടെ പൈതൃകത്തിനല്ലേ അത് നല്ലത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പൈതൃകത്തിന് നന്മ ഉണ്ടാകുമോ പൈതൃകത്തിന് തിന്മയുണ്ടാകുമോ എന്നല്ല, 4-5 വർഷം കൊണ്ട് ഈ കുട്ടി രാമായണത്തിൽ ഒരു PhD എടുത്ത് ആ തീസീസ് യൂണിവേഴ്സിറ്റിയുടെ റാക്കിലിരുന്ന് അതങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു PhD കിട്ടുന്നു. പക്ഷേ ആ രാമായണത്തിന്റെ തീസിസിന്റെ ഒരു ഭാഗം പോലും ഈ 125 കോടി ജനതയുടെ കയ്യിലെത്തില്ല, 3.65 കോടി ജനതയുടെ കയ്യിലെത്തില്ല. അല്ലെങ്കിൽ ഇനി എത്തിയാൽ തന്നെ 1000 കോപ്പി അത് ആരെങ്കിലും പബ്ലിഷ് ചെയ്താൽ തന്നെ അത് വിരലിലെണ്ണാവുന്ന കുറച്ചു പേരുടെ റാക്കുകളിൽ ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ട് രാമായണത്തിൽ PhD എടുക്കേണ്ടെന്നല്ല, ആ രാമായണത്തിൽ PhD എടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികള് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള അക്കാഡമിക് നേട്ടങ്ങളോ മറ്റുള്ള നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന വ്യക്തികൾ അവര് മറ്റുള്ളവരെല്ലാം എന്നെ സഹായിക്കണം, ഞാൻ ഏതോ വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കുളമാകുന്നതൊന്നും ഇയാൾക്ക് പ്രശ്നമല്ല, അയാൾ ഈ നാടിന്റെ സംസ്കാരവും ബാക്കിയുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്ന രീതിയിൽ ധാരാളം പ്രത്യേകിച്ച് ഹിന്ദുക്കള് അങ്ങനെ വീക്ഷണം നടത്തുന്നവരുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ട് കുറഞ്ഞത് ഒരു 150 ക്രിസ്ത്യാനികൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇമെയിൽ വഴിക്ക് അവരുടെ ജാതകം ഒന്ന് നോക്കണം. ഞാൻ അവരോട് അപ്പം തന്നെ ഇമെയിൽ കൊടുക്കാറുണ്ട്. എനിക്കതിന് നേരെയില്ല. നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിലെ ഒരു വ്യക്തി പ്രഭാകരൻ നായര് കമ്പ്യൂട്ടറൈസ്ഡ് ജാതകത്തിലെ കുറേ കാര്യങ്ങൾ വളരെ ശാന്തമായിട്ട് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിനോട് വേണമെങ്കിൽ ഞാൻ പറയാം. ഉടനെ ഏതാണ്ട് എല്ലാ ക്രിസ്ത്യൻസും പറഞ്ഞ വരിയുണ്ട്. വളരെ സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, സാറ് ഏൽപ്പിക്കുന്ന ആര് നോക്കിയാലും മതി, ഞങ്ങൾക്കറിയാം സാറിന് ഒരു പക്ഷേ നോക്കാൻ നേരെ ഉണ്ടാവില്ല എന്ന്. ആ ഒരു തുറന്ന മനസ്സ് ശരിക്ക് ക്രിസ്ത്യൻസിന്റെ അടുത്തത് പഠിക്കേണ്ടതാണ്. വേറെ പലരും ജാതകം നോക്കണം എന്ന് പറഞ്ഞ് എനിക്ക് എഴുതി. ഒരു സേതു എന്ന് പറയുന്ന ആള് എഴുതി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ പ്രഭാകരൻ നായർ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ബന്ധപ്പെടുക. ഞാനും പറയാം, നിങ്ങൾ എനിക്ക് ഇമെയിൽ അയച്ചു തന്നാൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം. നേരെ അങ്ങേർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു, ഏതാ സേതുവിൻ്റെ അടുത്ത് ഇമെയിൽ കൊടുത്തു. രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഇരുന്നാലേ ഒരു വ്യക്തിയുടെ പൂർണ്ണ ജാതകം എഡിറ്റ് ചെയ്ത് അതിൻ്റെ പ്ലസും മൈനസും ഒരു മെക്കാനിക്കൽ സ്റ്റഡിയിൽ നിന്ന് ഓർഗാനിക് സ്റ്റഡിയിലേക്ക് മാറി ശരിയും തെറ്റുകളും വെരിഫൈ ചെയ്തിട്ട് അയക്കാൻ പറ്റും. അതിന് ചെറിയൊരു എമൗണ്ട് അദ്ദേഹം ചാർജ് ചെയ്യുന്നുണ്ട്. സേതു എന്ന് പറഞ്ഞ
മകന്റെ മകളുടെ ജാതകം ആവശ്യമുള്ള വ്യക്തി എനിക്ക് എഴുതി നിങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആള് പൈസ ഉണ്ടാക്കാണ് ജാതകം വിറ്റിട്ട് എന്ന്. അപ്പൊ ഓർമ്മിക്കുക, ഇങ്ങനെ ഒരൊറ്റ ക്രിസ്ത്യാനി എഴുതിയിട്ടില്ല. മുസ്ലിങ്ങൾ ജനറലി അയക്കാറില്ല, ഒരു ക്രിസ്ത്യാനി എഴുതിയിട്ടില്ല. എല്ലാ ക്രിസ്ത്യൻസും പറയാറുണ്ട്, സാറ് അതിനെന്താ കുഴപ്പം, സാറ് സൗകര്യമുള്ളപ്പോൾ അയച്ചു തന്നാൽ മതി. അത് മാത്രമല്ല, ഈ ഹൊറോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ചിലരിങ്ങോട്ട് അയക്കുക. അത് നേരെ ഇൻബോക്സിൽ വരാതെ സ്പാമിലേക്ക് പോകും. അപ്പൊ നമ്മളിത് അറിയില്ല. അപ്പൊ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും പൊളൈറ്റായിട്ട് വിളിക്കും. എനിക്ക് തോന്നിയിട്ടുണ്ട്, മറ്റു മനുഷ്യരുടെ വേദനകൾ അറിയാൻ ഹിന്ദു വ്യക്തികളെക്കാളും ക്രിസ്ത്യൻ വ്യക്തികൾക്ക് കുറച്ച് താല്പര്യമുണ്ട്. അവരുടെ കാര്യം നോക്കാൻ വേണ്ടി മറ്റുള്ളവരെ ബന്ധപ്പെടുമ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് ഞാൻ പിന്നീട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ ചിലര് വ്യക്തിപരമായ കാര്യങ്ങളിൽ നന്മകൾ വരുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നവര്, അവർക്ക് ഇൻഡിവിജ്വൽ കാര്യങ്ങൾ, ജ്യോതിഷമായാലും ആയുർവേദമായാലും ചെറിയ ചെറിയ മരുന്നുകളായാലും അസുഖം ഭേദമാറ്റലായാലും വാസ്തുവിദ്യയുടെ കാര്യമായാലും PhDക്ക് ഗൈഡ് ചെയ്യലായാലും അല്ലെങ്കിൽ സംസ്കൃതം പഠിപ്പിക്കലായാലും വേദം പഠിപ്പിക്കലായാലും ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നവരെ ഓർമ്മിക്കണം, ഇൻഡിവിജ്വൽ ബെനിഫിറ്റ് കിട്ടാൻ പാകത്തിന്, ഇൻഡിവിജ്വൽ ഹെൽപ്പ് അസിസ്റ്റൻസ് കൊടുക്കാൻ പാകത്തിന് വർക്ക് ചെയ്യുന്നവർക്കേ അതിൽ ഫുള്ളി ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. കുടുംബപരമായ കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നവര്, ഇന്നലെ കുറേ പേര് വിളിച്ചിരുന്നു. ജൂലൈ മാസം 26-ാം തീയതി നടന്ന പിതൃകർമ്മത്തില് കുടുംബ ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാനായിരുന്നു 16,000 പേർക്ക് പിതൃകർമ്മം നടത്തിച്ചത് കുടുംബ ബന്ധത്തെക്കുറിച്ച്. ആ വന്നവരെല്ലാം ചെറിയ ചെറിയ സംഘടനകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ഗ്രൂപ്പുകൾ. എന്നിട്ട് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുടുംബ ബന്ധം ദൃഢമാക്കാനായിട്ട് അവരുടെ രീതിയിൽ പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചു. അതാണ് എന്നെ കൂടുതലും ഇമെയിൽ വഴിക്കും അല്ലാതെയും അറിയിച്ചത്. അപ്പൊ അവരുടെ ദൗത്യം ഫാമിലി വെൽഫെയറാണ്. അവർക്ക് ഈവൺ ഇൻഡിവിജ്വൽ കാര്യം ഏറ്റെടുക്കാൻ പറ്റും. വേറെ ചിലർ അമ്പലങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അവര് പറഞ്ഞു, അമ്പലങ്ങളിൽ വെടിക്കെട്ട്, ആന, വിഭവ സമൃദ്ധമായ സദ്യ, ഇതിനെതിരെ ഞങ്ങൾ പ്രവർത്തിക്കാൻ പോവാണ്. ഞങ്ങളുടെ അമ്പലത്തിൽ തന്നെ കുറേ അധികം തിന്മകളുണ്ട്, ഭാഗവത വായനയുടെ പേരിൽ നടക്കുന്ന തിന്മകളുണ്ട്. അത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുകയാണ്. വേറെ ചിലര് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ എന്നും ഓർമ്മിക്കണം, നമ്മുടെ കാര്യം നേടാൻ വേണ്ടി നമ്മൾ ആരെയെങ്കിലുമൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ കാര്യം നടക്കണം, നിങ്ങൾക്ക് എന്ത് പറ്റിയാലും പറ്റിയില്ലെങ്കിലും. നിങ്ങൾ പൈതൃകം പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്ന രീതിയിലെല്ലാം മുമ്പോട്ട് പോകുന്ന മനസ്സൊന്ന് മാറ്റണം. നമ്മൾ എന്ത് സമൂഹത്തിന് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു ചോദിക്കുന്നത്, അതുകൂടി ഒന്ന് അറിയണം. ഇപ്പോ ദേശാന്തരങ്ങളിൽ ധാരാളം വ്യക്തികൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കർമ്മം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ പറയാറുണ്ട് ഭഗവത്ഗീതയിലെ, ദേവാൻ ഭാവയതാനേന യോ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയ. നന്മ ചെയ്യുന്ന വ്യക്തികൾ ആരെയെങ്കിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണം. ഒരുപക്ഷെ ആ വ്യക്തിക്ക് കൊടുക്കണമെന്നില്ല, സമൂഹത്തിന് കൊടുക്കണം. അങ്ങനെ കൊടുക്കാത്തവര് എന്റെ കാര്യത്തിന് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന ധാരണ, മറ്റെല്ലാവരും നമുക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്ന ധാരണയ്ക്ക് പകരം നമ്മൾ മറ്റു പലർക്കും വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്ന് കൂടി ഒന്ന് ചിന്തിച്ചു നോക്കാം. ഋഗ്വേദത്തിലൊരു മന്ത്രമാണ്, നല്ല മന്ത്രമാണ്. യ പരേഷാമുപകാരായ ജീവതി സ ഏവ ജീവതി സ ഏവ ജീവതി. പരേഷാം ഉപകാരായ യഹ ജീവതി സ ഏവ ജീവതി. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ആരാണോ ജീവിക്കുന്നത് അവനാണ് ജീവിക്കുന്നത്. ആ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറയുന്ന വ്യക്തി, അത് കേൾക്കുന്ന വ്യക്തി ഒറ്റയ്ക്ക് ഒരാൾക്ക് എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളെല്ലാവരും നിലനിൽക്കുന്നത് എന്ന് ധരിച്ചാൽ അബദ്ധം. അതുകൊണ്ട് ആരിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോഴും പരമാവധി മറ്റുള്ളവർക്ക് കൊടുത്തതിന് ശേഷം
നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കട്ടെ. ശരിക്ക് ജോൺ എഫ് കെന്നഡി അമേരിക്കക്കാരോട് പറഞ്ഞത് നിങ്ങൾക്കറിയാം. അമേരിക്ക നിങ്ങൾക്ക് എന്ത് തന്നു എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ അമേരിക്കയ്ക്ക് എന്ത് തന്നു, എന്ത് കൊടുത്തു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഓർമ്മിക്കാം, ഭാരതീയ പൈതൃകം പഠിപ്പിക്കാൻ, ഭാരതീയ സംസ്കാരം പഠിപ്പിക്കാൻ, മൂല്യങ്ങൾ പഠിപ്പിക്കാൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ അയാളുടെ ഉത്തരവാദിത്വമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവരവരുടെ വീട് മുറ്റത്ത് കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അത് അയാളുടെ ഉത്തരവാദിത്വമല്ല. സ്വയം ഒരു യജ്ഞം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ആൾക്ക് എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്, എന്ത് ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അതേ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അയാൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട്, ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നോ ആ സംഘടനയിൽ നിന്നോ പ്രസ്ഥാനത്തിൽ നിന്നോ ധാരാളം കാര്യങ്ങൾ തിരിച്ച് പ്രതീക്ഷിക്കാനും അവകാശമുണ്ട്. NSSന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് NSSൽ നിന്ന് പ്രതീക്ഷിക്കാൻ അവകാശമുണ്ട്. SNDPയിൽ പ്രവർത്തിക്കുന്നവർക്ക് SNDPയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ അവകാശമുണ്ട്. ഒന്നിലും പ്രവർത്തിക്കാത്തവർക്ക് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കാനുള്ള അവകാശമില്ല. ഇനി ആ അവകാശം ഇന്നുവരെ ഇല്ലെന്നേ ഉള്ളൂ, നാളെ മുതൽക്ക് ഉണ്ടായിക്കൂടുന്നില്ല. നാളെ മുതൽക്ക് നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ ഇന്നു മുതൽക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ ഉറപ്പാണ് സമൂഹം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് ഇപ്പോ ഈ 1-ാം തീയതി, ആഗസ്റ്റ് മാസം 1-ാം തീയതി തൊഴുകൈയോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഓരോ വ്യക്തിയിലും നന്മ വരുത്താനുള്ള കർമ്മമണ്ഡലത്തിൽ ഏർപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്യാം. വ്യക്തിയെ സഹായിക്കാം. 2, കുടുംബ ബന്ധങ്ങൾ ഛിദ്രമാകുന്നത് ഒന്ന് നിർത്തിയിട്ട് നല്ല രീതിയിൽ കുടുംബ ബന്ധങ്ങൾ വികസിപ്പിക്കാനായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുക. സമൂഹം നിങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിക്കും, ഉറപ്പാണ്. ഹിഡൻ അജണ്ട ഇല്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ സമൂഹം സ്വീകരിക്കും. ഹിന്ദു ധർമ്മത്തിൽ നന്മകൾ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുക. ഇന്ന് ഹിന്ദുക്കൾ 2 കൈയും നീട്ടി നിങ്ങളെ സ്വീകരിക്കുന്നത് ഉറപ്പാണ്. എത്ര സംഘടനകളിൽ പ്രഭാഷണത്തിന് പോകുമ്പോഴും ഞാൻ അർഹിക്കുന്നതിൻ്റെ 1000 മടങ്ങ് സ്നേഹവും ബഹുമാനവും എനിക്ക് തരുമ്പോൾ ഞാൻ ജഗദീശ്വരനോട് നന്ദി പറയാറുണ്ട്. ഞാൻ ഒന്നും ചെയ്യാറില്ലെന്ന് എനിക്കറിയാം. ഒരു ക്ലാസ് എടുക്കാം, അത്രയും ചെയ്യുമ്പോൾ പോലും എന്നോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും വിവരണാതീതമാണെന്ന്, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ പറയാം. അത്രയും ഹൃദയസ്പർശിയായ രീതിയിൽ ഹൈന്ദവ ജനത ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു കാലഘട്ടം നമ്മുടെ സമൂഹത്തിൽ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമുള്ള സമൂഹത്തിൽ ഇപ്പോൾ മുസ്ലിങ്ങളിൽ അടിമുടി മാറ്റം വന്നു എന്നുള്ളത് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. ക്രിസ്ത്യാനികളിൽ നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട്. ഞാൻ മാറ്റം എന്നുള്ള ഉദ്ദേശിച്ചത് അവർ മതത്തിൽ നിന്ന് മാറുന്നു അങ്ങനെ അർത്ഥത്തിലല്ല. നമ്മുടെ നാടിൻ്റെ പൈതൃകം സ്വീകരിക്കാം, നമ്മുടെ നാടിൻ്റെ നന്മകൾ സ്വീകരിക്കാം, നമ്മുടെ നാടിൻ്റെ നന്മകളോട് ഒപ്പം പ്രവർത്തിക്കുക. അവര് സൗദി അറേബ്യയിലെ സംസ്കാരം ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നത് കുറേ കുറയ്ക്കാം. ഈ നാടിൻ്റെ സംസ്കാരവും ചേർത്ത് അവരുടെ മതത്തെ ശുദ്ധീകരിക്കാം. ഈ നാടിൻ്റെ നന്മകൾ ചേർത്ത് ക്രിസ്തു മതത്തെ അവർ ശുദ്ധീകരിക്കാൻ ദുരുദ്ദേശം ഉണ്ടാവുമായിരിക്കാം. എന്നാലും ഈ ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം അതായിരിക്കും ഭാരതത്തിൽ എക്കാലവും ഉണ്ടായിരിക്കാം. ആരും ഇവിടെ ഉണ്ടാവാതിരിക്കുന്ന പ്രശ്നമില്ല, ആരും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രശ്നമില്ല എന്നുള്ള പച്ച പരമാർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വേദമന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സഹന അവവധു സഹന ഉപനക്തു സഹവീര്യം കരവാവ, അങ്ങനെയുള്ള മാറ്റം ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ രാഷ്ട്രത്തിന് നന്മ വരുത്തുന്ന രീതിയിൽ മാറ്റമുണ്ടാക്കാനുള്ള പ്രവൃത്തിയിൽ നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ നിങ്ങൾ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് ആ രീതിയിലോ സൈലന്റ് ചേഞ്ച് ഉണ്ടാക്കാൻ, വയലന്റ് ചേഞ്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത് പ്രശ്നമാവും. സൈലന്റ് ചേഞ്ച് ഉണ്ടാക്കാൻ ഹിഡൻ അജണ്ടയൊന്നുമില്ലാതെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ കർമ്മമണ്ഡലത്തിൽ ആഗസ്റ്റ് 1, 2014 ആ ദൗത്യം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം അർപ്പിക്കുന്നു. നമസ്കാരം.